ഞങ്ങളൊക്കെ ബാംഗ്ലൂർ താമസിക്കുന്നു. അവിടെ എല്ലായിടത്തും കോൺക്രീറ്റ് സ്പേസ് ആണ് ആൻഡ് ഒരു ഗ്രീൻ പാച്ച് എവിടെയും കാണാനില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഫ്രഷ് എയർ. ആൻഡ് കാസർഗോഡിൽ പൊല്യൂഷനൊക്കെ വളരെ ലിമിറ്റഡ് ആണ്, ഇൻഡസ്ട്രീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ നല്ല വെള്ളം, നല്ല വായു, റിലാക്സ്ഡ് റിട്ടയർഡ് ലൈഫ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ തെയ്യം വരുന്നത് ഈ പുഴ കടന്നാണ്, അരയിപ്പുഴ കടന്ന്. ആ തെയ്യത്തിൻ്റെ മുടി, മുകളിലുള്ള ഹെഡ് ഗിയർ, അതാണ് ഇതിൻ്റെ ഈ ഡിസൈൻ്റെ കോൺസെപ്റ്റും. അവിടെ നിന്നാണ് ഇത് കംപ്ലീറ്റ് ഈ പരിപാടി ഒറിജിനേറ്റ് ചെയ്യണത്. ചാടാം, പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ. ഇപ്പോൾ വൈകുന്നേരം സമയമാണ്, വെയിൽ കുറച്ചടിക്കുക. മേലോട്ട് കാണിച്ച് അത് കണ്ടോ? ഓ ഓ കമോൺ എവരിബഡിയുടെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ കാസർഗോഡാണ്, തെയ്യങ്ങളുടെയൊക്കെ നാട് കാസർഗോഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തെയ്യം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് ചേർത്ത് തന്നെ മനോഹരമാക്കി പണിതിട്ടുള്ള ഒരു വെറൈറ്റി കൺസെപ്റ്റ് വീടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീട് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ മാണിക്കത്ത്, പ്രസന്ന ഇടയില്ല അല്ലേ? ഇവർ രണ്ടുപേരുടെയും വീടാണ്. ഇവർ രണ്ടുപേരും പ്രമുഖരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. സാറ് നാഷണൽ ലെവൽ, അതായത് ടെന്നീസ് പ്രൊഫഷനായി സ്വീകരിച്ച് ഇപ്പം നാഷണൽ ലെവലിൽ ടെന്നീസ് കോച്ചായിട്ടും കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലേ? അത് മാഡം നേവിയിലായിരുന്നു, റിട്ടയറായി 2008 റിട്ടയറായി. അങ്ങനെ രണ്ട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ വീടാണ്. നിങ്ങൾ താമസം ഔദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനോഹര വീട് അല്ലേ? പറയൂ ഈ വീടിൻ്റെ വിശേഷങ്ങളെ കുറിച്ച്. അതായത് നമ്മൾ തെയ്യത്തെ പറ്റി ആദ്യം പറഞ്ഞു, അതിനോട്ടിൽ വരാം, പറയും. തെയ്യത്തിനെ പറ്റി പറയുമ്പോൾ വീടിൻ്റെ ഡിസൈനിൻ്റെ കോൺസെപ്റ്റ് തുടങ്ങണ തന്നെ തെയ്യത്തിലാണ്. ഇവിടെ അടുത്ത് ഒരു കാവുണ്ട്, അവിടുന്ന് വരുന്ന തെയ്യം വഞ്ചിയിൽ ഈ അരയിപ്പുഴ കടന്ന് ഇപ്പുറത്ത് കാർത്തിക എന്ന് പറഞ്ഞ ഒരു ഈ ഏരിയ കാർത്തികയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ തെയ്യം വരുന്നത് ഈ പുഴ കടന്നാണ്, അരയിപ്പുഴ കടന്ന്. ആ തെയ്യത്തിൻ്റെ മുടി, മുകളിലുള്ള ഹെഡ് ഗിയർ, അതാണ് ഇതിൻ്റെ ഈ ഡിസൈൻ്റെ കോൺസെപ്റ്റും. അവിടെ നിന്നാണ് ഇത് കംപ്ലീറ്റ് ഈ പരിപാടി ഒറിജിനേറ്റ് ചെയ്യണത്. ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ടപ്പോൾ വിചാരിച്ചത് നല്ലൊരു ഡിസൈൻ എന്നതിനപ്പുറത്തോട്ട് എനിക്ക് വേറൊന്നും തോന്നിയില്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വന്നപ്പോഴാണ് ഇതൊരു തെയ്യത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ മറ്റേ ഇൻസ്പിറേഷൻ അവിടെ നിന്നാണ്. പിന്നെ ബാക്കി നമ്മളിത് ബാംബു ഹൗസിൽ ബാംബു യൂസ് ചെയ്ത് ചെയ്യണമെന്ന്, ഇതെല്ലാം ക്രെഡിറ്റ് ഗോസ് ടു ദ ആർക്കിടെക്ട്, നോ ഡൗട്ട്. എ ലൈനിലെ സച്ചിൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഇതിൻ്റെ. സച്ചിൻ രാജ് എന്നാണ് ഇങ്ങനെ പേര്. എൻ്റെ പേര് സച്ചിൻ തങ്കച്ചൻ. ഓക്കെ. അപ്പോൾ അവരുടെ ഡിസൈനാണത്, എ ലൈൻ സ്റ്റുഡിയോസിൻ്റെ. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റും ഇതും ബാംബൂയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വളരെ പുതിയ കോൺസെപ്റ്റാണത്. അത് പുറകിൽ സൂക്ഷിക്കണം കേട്ടോ. അതെ, ചെറിയൊരു അല്ല, അതിന് ഫിനിഷ് ചെയ്യാനുണ്ട്. അവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ പുറത്ത് ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം തീർക്കാനുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു വീടിൻ്റെ സ്ട്രക്ചറിൽ കഴിഞ്ഞു, ഫങ്ഷണലി ഇപ്പോൾ വന്ന് താമസിക്കാൻ 2-3 ദിവസം. പക്ഷേ ഇനി ഫുൾ കിച്ചൺ ഓപ്പറേഷണലി 100% ആയിട്ടില്ല. ഇതിൻ്റെ ഇപ്പോൾ ഇത് ആക്ച്വലി ഈ പ്ലോട്ട് നല്ലൊരു മരങ്ങളും നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മളിത് പണിതപ്പോൾ കുറേ ഇത് ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ബ്രൗൺ പാച്ചസ് കാണുന്നു. ഈ ബ്രൗൺ ഗ്രീൻ ആയി കഴിഞ്ഞാൽ അത് ഗ്രീനാക്കും. അതാണ് അതിൻ്റെ വാശി. മാഡം കുറച്ച് ദിവസം മുമ്പാണ് നമ്മളെ വിളിച്ചത്, കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പം അന്നേരം നമ്മൾ എന്തായാലും ഫിനിഷ് ആയില്ലെങ്കിലും ഈ വീട് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കും ഉണ്ടായിരുന്നു. കാരണം ഇവർ ഈ സമയത്ത് എവിടെ ഉണ്ടാവുള്ളൂ? നിങ്ങൾ പിന്നെ വീണ്ടും ബാംഗ്ലൂർക്കും ഇപ്പോൾ 4 ദിവസം. ഞാൻ 12-ാം തീയതി വന്നു, 18-ാം തീയതി വരെ ഉണ്ട്. ഒരു 5 days നിന്ന്. അപ്പോൾ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കെല്ലാം ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ മോൺസൂണിൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു വരും. മോൺസൂൺ കഴിയുമ്പോഴേക്കും കുറേ കൂടെ ഒരുമാതിരി പച്ചപ്പിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിക്കാം. എന്തൊക്കെ പറഞ്ഞാൽ ഈ അരയിപ്പുഴ എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടല്ലേ? അതായത് ഈ വന്ന് വഴി അങ്ങ് തീരുന്നത് നമ്മുടെ ഈ പ്ലോട്ടിലാണ് തീരുന്നത്.
ഇവിടെ നിന്നുള്ള കാഴ്ച പകല് നല്ല, അതായത് പകല് മുഴുവൻ നല്ല കാറ്റ് കിട്ടുന്ന അല്ലേ, ഈ കറക്റ്റ് വീടിന്റെ ഉള്ളിലേക്ക് ആ കാറ്റ് മുഴുവൻ ആവാഹിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് സ്ക്വയർ ഫീറ്റ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം എത്ര ഉണ്ടാവും? എനിക്ക് തോന്നുന്നു ഒരു 1000-ന്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ബിക്കോസ് ഇതിൽ ഓപ്പൺ ഏരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഏരിയ ആണ് നമ്മൾ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകണം. അപ്പൊ ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെയാണ് ഈ ടേബിളിന്റെ ഹൈറ്റ് തന്നെ ഫിക്സ് ചെയ്തത്. ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് തൽക്കാലം ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഒരു ഓപ്പൺ എയർ ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. അതെ, ഇതിപ്പോ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ കുട്ടികൾക്ക് ഊർന്ന് പോയിട്ട് താഴോട്ട് അതെ വെള്ളം അവിടെ വരെ വരും. അത് ഇപ്പോ വെള്ളം റിസീഡ് ചെയ്തു സമ്മർ ആയതുകൊണ്ട്. പക്ഷെ മോൺസൂണെല്ലാം തുടങ്ങി വെള്ളം അവിടം വരെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് കയറാം. ആ വെള്ളത്തെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ, പിന്നെ ഇത് മറ്റേ അഗൈൻ ഇതിൻ്റെ ഇത് നമ്മൾ കണക്റ്റ് എല്ലാം നേച്ചറും റിവറും ആയിട്ടുമാണ്. അപ്പോൾ ഇത് ഡിസൈനിൻ്റെ ഭാഗമായിട്ടും ഒരു കണക്റ്റിൻ്റെ ഭാഗമായിട്ടുമാണ് ഇത് കൊടുത്തേക്കണത്. ഇത് കൊടുത്തില്ലെങ്കിലും വീടിനൊന്നും പറ്റില്ല. പക്ഷെ ഇതൊരു ആ ഡിസൈൻ ആൻഡ് കണക്റ്റിന് വേണ്ടി ഇത് മാത്രമല്ല, ഒരു വാക്കിംഗ് ഒരു ബ്രിഡ്ജ് കൂടെ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇതുണ്ട്, അപ്പുറത്തൊരു ഡെക്ക് ഉണ്ട്. പക്ഷെ അത് നമുക്ക് അവിടെ വരെ ആക്സസ് ഉള്ളൂ. അപ്പോൾ മറ്റേ എൻഡിൽ നമുക്ക് വെള്ളത്തിലേക്കുള്ള ഒരു ആക്സസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ആ സൈഡും ഒരു ഡെക്ക് ഇട്ട് പിന്നെ അവിടുന്ന് നമുക്ക് പറ്റിയ ഒരു വഞ്ചി ഇറക്കി വഞ്ചിയില് വഞ്ചി എന്ന രീതിക്കും ഈ വീട് എനിക്കൊരു ചേർച്ചയുള്ളത്. നമുക്കൊരു ഹൗസ് ബോട്ട് എന്ന് പറയുന്ന പോലെ ഇതൊരു ബോട്ട് ഹൗസ് ആയിട്ടും വേണമെങ്കിലും തലതിരിച്ച് ചിന്തിച്ചാൽ കാണാൻ പറ്റും. കാരണം പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊരു ബോട്ട് ഹൗസിന്റെ ഡിസൈൻ ആണോ എന്ന്. ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ തെയ്യം എന്നുള്ളൊരു കണക്ഷൻ വന്നപ്പോൾ സാധാരണ വെള്ളം പിന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ അതല്ല. അപ്പം ഈ ഒരു വീടിന്റെ വ്യൂ ഈ പരിസരത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് രീതി. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പുറകുവശത്തും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ വീട് 2 പാർട്ടായിട്ട് നമുക്ക് തരംതിരിക്കാം അല്ലേ. ഇത് നമ്മുടെ ഒരു ബെഡ്റൂം, കിച്ചൺ. അതെ, ഇതൊരു സ്റ്റോൺ സ്ട്രക്ചർ, ബാംബൂ സ്ട്രക്ചർ, അങ്ങനെയായിട്ട് തിരിക്കാം. അപ്പോൾ ഈ സ്റ്റോൺ സ്ട്രക്ചറിൽ ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉണ്ട്. ബാംബൂ സ്ട്രക്ചറിലും ഒരു ഡ്രോയിങ് റൂം, മുകളിൽ ബെഡ്റൂം, ഒരു ബാത്റൂം ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2. ഇവിടെ കിച്ചൺ ഇതില്ല, ഇവിടെ ഒരു ചെറിയൊരു കിച്ചണിൻ്റെ സ്പേസും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ നടുക്കുള്ള ഈ ഒരു വാക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യയുള്ള ഭാഗത്ത് അല്ലേ, ഇവിടെ നമുക്ക് എന്താ കാണാനുള്ളത് അല്ലേ? സൂക്ഷിച്ചു നോക്കിയാൽ തെയ്യത്തിന്റെ ഒരു പെയിന്റിംഗ് കാണാം. കല്ലില് ചിത്രം വളരെ ഫൈൻ കണ്ണ്, അതിൻ്റെ മുഖം, തല, മുടി. ആ മുടിയുടെ ഡിസൈനാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഡിസൈനും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് തെയ്യം ഈ തോണി എന്നാണ് ഇവിടുത്തെ നാട്ടിലെ ഭാഷ. വഞ്ചിക്ക് തോണിയിൽ വന്നിറങ്ങുന്നു. അപ്പോൾ അതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ്. ഓഹോ, അതിന് ആ എസ്തെറ്റിക് മൈൻഡ് വേണം മനസ്സിലാക്കണമെങ്കിൽ. ഇത് കാണുന്ന ആൾക്ക് ഒരു തോണി, ഒരു തെയ്യം, അതേ തോന്നുള്ളൂ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ നാട്ടുകാർക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും. അതെ, ഈ നാട്ടുകാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. തെയ്യങ്ങളുടെ നാടാണ്. മണിയടിച്ച് ഒരു കോളിംഗ് ബെൽ പോലെ കാണാൻ പറ്റും. ഇത് ഞാൻ ഒറിജിനലാണ് കേട്ടോ അത് വിചാരിച്ചേ. ചെറിയ പട്ടിക്കുഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാം. ഇവിടേക്ക് വരുമ്പോൾ തുളസിത്തറ നോക്കാം കേട്ടോ. തുളസിത്തറയും അതെ ഒരു ഇവരായിട്ട് ഇത് ഡിസൈൻ ചെയ്തതാണ് ഇവർ തന്നെ. നമ്മൾ റെഡിമെയ്ഡായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ ഇതിൽ കഴിയുന്നതും നമ്മൾ കുറച്ച് ഒറിജിനലായിട്ട് നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്ത് പണിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കല്ലും മണ്ണും ഉണ്ടാവുള്ളൂ തോന്നുന്നല്ലോ. അതെ, കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. ഇത് കരിങ്കല്ല് നമ്മൾ ഈ വീട് പണിതതിന് ബാക്കി കരിങ്കല്ലുണ്ടായിരുന്നു. അപ്പോൾ കല്ല് വെച്ച് ഒരു തുളസിത്തറ അവർ തന്നെ ഡിസൈൻ ചെയ്തത്. എല്ലാം ആർക്കിടെക്റ്റിൻ്റെ കഴിവും അവരുടെ ഐഡിയാസും തന്നെയാണ്. ഇത് വൈക്കോലാണോ? വൈക്കോലല്ല, ഇത് ഒരുതരം പുല്ലാണ്. എനിക്ക് അതിൻ്റെ പേര് അറിയില്ല. അത് ഒരുതരം പുല്ല്, മറ്റേ കുറച്ച് ഹില്ലി ടെറൈനിൽ വരുന്നതാണ്. അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് കെട്ടി വെക്കണം. ഇതിനടിയിൽ വാട്ടർ പ്രൂഫിങ്ങും ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബാംബുവിൻ്റെ മറ്റേ അവിടെ കണ്ണ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാട്ടർ പ്രൂഫിങ്ങും ഉണ്ട്. ഇല്ല, ഇത് ആ ലുക്ക്, നാച്ചുറൽ ലുക്കിന് വേണ്ടിയാണ് ഇത്. ഇപ്പൊ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സാധനങ്ങളും കിട്ടും. ഈ ഒരു കോൺക്രീറ്റ് ജംഗിൾ, ഇപ്പോൾ ഞങ്ങളൊക്കെ ബാംഗ്ലൂർ താമസിക്കുന്നു. അവിടെ എല്ലായിടത്തും കോൺക്രീറ്റ് സ്പേസ് ആണ്. ആൻഡ് ഒരു ഗ്രീൻ പാച്ച് എവിടെയും കാണാനില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഫ്രഷ് എയർ. ആൻഡ് കാസർഗോഡിൽ പൊല്യൂഷനൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. ഇൻഡസ്ട്രീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ നല്ല വെള്ളം,
നല്ല വായു, റിലാക്സ്ഡ് റിട്ടയർഡ് ലൈഫ്. അതിന്റെ ഏറ്റവും പീക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പിൽ വെള്ളം, അവിടെ നല്ല വായു എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ. അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ? നമുക്ക് ലെഫ്റ്റ് ബാംബു പാട്ടിലേക്ക്, ബാംബു സൈഡിലേക്ക് കയറാം. ബാംബു കുറച്ച് GI ഇത് പെർഫറേറ്റഡ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊരു സപ്പോർട്ടായിട്ടും. പിന്നെ വീട് സാധാരണ കോൺക്രീറ്റ് ഇതൊക്കെ ആകുമ്പോൾ അതെ അതെ ചൂട് കൂടുതലും, ഇതല്ല. രാത്രിയായാലും പകലായാലും വായു സഞ്ചാരം ക്രോസ് വെന്റിൽ പെർഫറേറ്റഡ്. പിന്നെ ഈ പെർഫറേറ്റ് ഇതിന്റെ ഇനിയൊരു ഭംഗി അത് രാത്രിയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റിന്റെ റേ അങ്ങനെ പോകും. അതുപോലെ ഇവിടെ ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ ലൈറ്റ് ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ റൂമിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറും ലൈറ്റ് അനുസരിച്ച്. അതെ, അത് രാത്രി ലാംപ് ഷെയ്ഡ്സ് ഒക്കെ ബാംബുവിന്റെ ഇതും നമ്മൾ യൂസ് ചെയ്തതിൽ ബാക്കിയുള്ള പീസസ് അത് കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഐഡിയ കഴിയുന്നതും അങ്ങനെ ചെയ്തേ. അപ്പൊ ഇത് നിങ്ങളുടെ ലിവിംഗ് സ്പേസ് ആയിട്ട്? അതെ, ഇതൊരു ലിവിംഗ് സ്പേസ്. പിന്നെ ഇവിടെ TV, ഈ ഫ്രെയിം നമ്മൾ TV യൂസ് ചെയ്തു. അതും സ്റ്റെയറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഗോവണിയുടെ അതെ അതിന്റെ പാർട്ടായിട്ട്. അപ്പോൾ നമ്മൾ സ്പേസ് ലൂസ് ചെയ്തില്ല. പിന്നെ അതൊരു ചെറിയൊരു ക്ലോഷർ പോലെ വരുമ്പോൾ അപ്പുറത്ത് നമ്മൾ ഇപ്പൊ അത് റെഡി ആയിട്ടില്ല, അതൊരു സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി ടേബിൾ ഒക്കെ ഉണ്ട്. ലൈക്ക് വൈഫൈ അവൈലബിൾ ആണ്, നല്ല കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ട് വർക്ക് ചെയ്യാം. ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് തോന്നിയാലും ഇരിക്കാം, കാരണം വൈഫൈ. ലിവിംഗ് സ്പേസ് ഒരു വലിയൊരു കാർപ്പറ്റ് ഒക്കെ ഇട്ട്. ഇവിടെ ഫ്ലോർ നോർമലി കോൺക്രീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, വെറുതെ സിമെന്റ് മാത്രം, ടൈലിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പോളിഷ്ഡ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് വേണമെങ്കിൽ ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. രണ്ടാൾക്കാർക്ക് കിടക്കാം. നമ്മൾ ബ്രദറും കസിനും ഒക്കെ വന്നപ്പോൾ രണ്ടുപേരും ഇതിലായിരുന്നു. അപ്പോൾ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൻ. ഞാൻ റോഹൻ ബൊപ്പന ടെന്നീസ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. പിന്നെ ഒരു ഡബിൾസ് ഡ്രീം ഓഫ് ഇന്ത്യ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യയിലത്തെ ടോപ്പ് ഡബിൾസ് പ്ലേയേഴ്സിൻ്റെ അവർക്ക് നമുക്ക് കോച്ചും ഫിസിയോ അങ്ങനെ സപ്പോർട്ട് സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതിലെ കോച്ചാണ് ഞാൻ. അപ്പോൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, ബാലേന്ദ്രൻ മാണിക്കത്തൊന്നും ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കാം, അപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ചുമ്മാ ക്യാമറ ഒന്ന് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു നമ്മൾ നേരെ ഈ പറഞ്ഞ നമ്മുടെ പുഴയ്ക്ക് അരയിപ്പുഴയ്ക്ക് അഭിമുഖമായിട്ടുള്ള ഒരു എന്താ പറയുക, സിറ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതിന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. അതും ഇവിടെ നിന്നാണ് കാറ്റ്, വായു സഞ്ചാരം മുഴുവൻ നടക്കുന്നത്. അതുതന്നെ ഈ കർട്ടനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ജൂട്ടാണ് നമ്മുടെ ചാക്ക്. എല്ലാം നേച്ചർ ഫ്രണ്ട്ലി കഴിയുന്നതും അങ്ങനെ ചെയ്യാന്നൊരു ശ്രമിച്ചത് നമ്മള്. പ്രകൃതിദത്തമായ വീട്. ശരിക്കും അപ്പൊ ഈ കർട്ടന് നല്ല ചെലവായോ അതോ കുറവാണോ ചെലവായത്? ടോട്ടൽ 4,000. 4,000 രൂപയ്ക്ക് എല്ലാം 4,000 രൂപയ്ക്ക്. ഇത് പിന്നെ എടുത്ത് നമ്മൾ ഈ റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അത് മറ്റേ ടൈലറിങ് കോസ്റ്റും അങ്ങനെ, അല്ലെങ്കിൽ മെറ്റീരിയലിന് വലിയ ചിലവില്ല. പിന്നെ ഇവിടെ മുകളിൽ ഒരു നെറ്റ് ഇട്ടൊരു സ്ഥലം കണ്ടോ, നമ്മളെ ചീനവലയൊക്കെ പോലെ. ഇത് ഒരു എന്താ ഊഞ്ഞാൽ വേണമെങ്കിൽ, ഊഞ്ഞാലല്ല, ഒരു ഹാമക്ക് പോലെയാണ്. നമുക്ക് മുകളിൽ പോയി കിടക്കാം. 2-3 പേർക്ക് ഇരിക്കാം. 200ഓളം കിലോസ് കംഫർട്ടബിളി ഹോൾഡ് ചെയ്യും. അപ്പോൾ 2 പേർക്കൊക്കെ ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ കിടക്കാം. നല്ല കാറ്റെല്ലാം കൊണ്ട് ആക്ച്വലി അതെ, കിടന്ന് ആക്ച്വലി കാറ്റും കൊണ്ട് കിടക്കലൊരു സുഖം തന്നെയാണ്. പെട്ടെന്ന് അതെ, ഉച്ചയ്ക്കൊക്കെ ഒരു 11-12 മണിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അപ്പൊ നമ്മൾ ഈ ബേസ്മെന്റിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഇങ്ങനെ അലയടിക്കുന്ന പോലെ നമ്മൾ മുകളിലോട്ട് കയറി പോകാൻ പോവുകയാണ്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ തന്നെ കൊടുത്ത് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഒരു അല വേവി ഡിസൈൻ ആണ് കൊടുത്തത്. എന്നിട്ട് അങ്ങനെ അത് കർവ് ചെയ്ത് കയറുന്ന പോലെ. അത് നല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് കേട്ടോ. ഞാൻ ആദ്യം കയറിയപ്പോ എനിക്ക് കണ്ടപ്പോ എനിക്കൊരു പേടി തോന്നി, കാരണം തെന്നി വീഴാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കയറി കഴിയുമ്പോ ഓക്കെയാ. ഇറങ്ങുമ്പോ ചിലപ്പോ കുറച്ച് ചെരുപ്പിന്റെ ഇതനുസരിച്ച് ചിലപ്പോ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അതിന്റെ ഇതിന്റെ യുണീക്നെസ് തന്നെ വേവിനെസ്സും ഇതുമാണ്. അത് നമ്മള്
സ്ക്വയർ സാധാരണ പടിയാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോകും. ഭംഗി പോകും. അപ്പോ അതുപോലെ തന്നെ സ്പെഷ്യലാണ് നമ്മുടെ മേളിലോട്ടുള്ള സ്റ്റെയറും അല്ലേ? ഇത് നമ്മുടെ ഈ നോർമൽ കെട്ടിടം പണിയുടെ കമ്പി, അത് ഇത് ശരിക്കും അവർ തന്നെ കൊണ്ടുവന്ന ഐഡിയ തന്നെയാണ്. എല്ലാവരും തന്നെ ഇതില് നമ്മള് എന്റെ ഐഡിയാസ് ഒന്നുമില്ല, ഒക്കെ അവരുടെ ഐഡിയ. നേരത്തെ പറഞ്ഞ പോലെ ഐഡിയാസ് ചോദിക്കും, സംസാരിക്കും, പിന്നെ അവസാനം നമ്മൾ എസ് പറയും. അതിന്റെ മേളിലൊരു ബ്രിഡ്ജ് തന്നെയുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ്. അതെ, അത് ഗ്ലാസ് വെക്കണം എന്ന് നിർബന്ധമായിരുന്നു. വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസ് വെച്ചില്ലെങ്കിൽ ആ ഓപ്പൺനെസ് പോവും. അതുകൊണ്ടായിരുന്നു അത് ഗ്ലാസ് വെച്ചത്. അതിൽ കുറച്ച് പേര് നമുക്ക് പലവരും ഒപ്പീനിയൻ പറയുമ്പോൾ ഗ്ലാസ് വെച്ചാൽ സ്ലിപ്പ് ചെയ്യും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ഒരു വുഡൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു അടച്ച ഫീലിംഗ് ആണ്. അപ്പൊ ഈ ഹോൾ സ്പേസ് ഓപ്പൺനെസ് വരുമ്പോ തന്നെ അപ്പൊ അതുകൊണ്ടാണ് അത് ഗ്ലാസ് വെച്ചത്. ബിക്കോസ് ഗ്ലാസ് വെച്ചില്ലെങ്കിൽ കാല് ഇടയിൽ പോവും. അപ്പോൾ എന്തെങ്കിലും വേണം, അറ്റ് ദി സെയിം ടൈം ഓപ്പൺനെസ്സിന് വേണ്ടിയാണ് ആ ഗ്ലാസ് അവിടെ വെച്ചത്. നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ അലകളിലൂടെ കയറി പോവാം അല്ലേ? അലകളിലൂടെ ഇങ്ങനെ കയറി എത്തി ഈ ലാൻഡിംഗ് സ്പേസിൽ എത്തിക്കഴിഞ്ഞപ്പം ആദ്യം ഞാൻ മാം ഇവിടുന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഇവിടുത്തെ ടോയ്ലറ്റ് സ്പെഷ്യലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലൈറ്റിങ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എവിടെയാണോ പോയി ഈ ടോയ്ലറ്റ് എന്ന്. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, അത് ഇവിടെയായിരുന്നു. കണ്ടിട്ട് തോന്നൂലല്ലോ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന്. ഇതാണല്ലേ ഇവിടുത്തെ? ഇതും അതിൽ ആക്ച്വലി ഇതും ആക്ച്വലി ക്രെഡിറ്റ് ടു ഈ ബാംബു പണി ചെയ്ത സാദിഖിനും ഇത് ഡിസൈൻ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നതിനെ പറ്റി ആലോചിച്ച സച്ചിനുമാണ്. ഈ നിങ്ങൾ ഇതിൻ്റെ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സിമെട്രിയിലായിരിക്കും. നമ്മൾ ദൂരത്ത് നോക്കിയാലും ഇതിന്റെ ലൈൻ. അതെ, പിന്നെ ഇതുപോലെ കഴിയുന്നത് ഇപ്പോൾ ബാംബു ഒക്കെ നാച്ചുറൽ ഇതല്ല, അപ്പോൾ അതിന്റെ വിഡ്ത്തൊക്കെ വേരി ചെയ്യും. പക്ഷെ എന്നാലും കഴിയുന്നതും ഇതൊരു വൺ വാൾ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഡോറായിട്ട് അറിയാത്തത്. ഒട്ടും അറിയില്ല. അത് ആക്ച്വലി അതെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഈ ഹാൻഡിൽ ശ്രദ്ധിച്ചാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു വൺ എനിക്ക് ഇവിടെ വന്നിട്ട് തപ്പിന്ന് ബാത്റൂം എവിടെയാണ്. അതെ, അപ്പോൾ അതാണ് ഈ ബാത്റൂമിന്റെ ഇത്. പിന്നെ ഈ ബാത്റൂമിന്റെ വാൾസും ആക്ച്വലി ഇത് ഇവര് മറ്റേ ചാക്കില് സിമെന്റ് നനച്ചിട്ട് അതാണ് ഇതിന്റെ അകത്തുള്ളത്. അതിന്റെ മുകളിലൊരു ചെറിയൊരു സിമെന്റ് പ്ലാസ്റ്ററിങ് കൊടുത്തേക്കുന്നത്. ബാംബുവിന്റെ വാട്ടർ പ്രൂഫിംഗ് പോലെ ചെറിയൊരു സിമെന്റ് ചാക്ക് സിമെന്റിൽ മുക്കി അത് ഹാർഡൻ ചെയ്ത ഒരു അകത്തും അതിന്റെ മുകളിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ ലൈറ്റ് ആണ് ഈ ഡിഫ്യൂസ് ലൈറ്റിങ്. ബിക്കോസ് ഇതിന്റെ ഈ രണ്ട് സൈഡിന്റെ അകത്താണ് ലൈറ്റ്. നൈറ്റ് ഭയങ്കര ആംബിയൻസ്. അതെ, ഭയങ്കര രസമാണ് ആക്ച്വലി. ഇവിടെ ഈ വീട്ടിൽ ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലുണ്ട്. ബിക്കോസ് ഇവിടുന്ന് നമുക്ക് ബൾബൊന്നും കാണില്ല, പക്ഷെ മുകളിൽ മുഴുവനും വെളിച്ചായിരിക്കും. അപ്പൊ ഈ ബാംബുവിന്റെ ഈ കളറും കൂടെ ആവുമ്പോ ഒരു ഓറഞ്ച് ഷെല്ലോ കളറാണിത്. നല്ല ആംബിയൻസ്, ഒരു വളരെ നല്ല ആർട്ടിസ്റ്റിക് ആംബിയൻസ് ആണ്. അപ്പൊ അത് ഈ ബാത്റൂം ഭയങ്കര ഒരു യുണീക്ക് ഫീലാണ്. അപ്പൊ നമ്മൾ മുകളിലോട്ട് പോവാ അല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലുണ്ട്. ഇങ്ങനത്തെ കമ്പികൾക്ക് ഇങ്ങനെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ആർക്കിടെക്റ്റിന് താങ്ക്സ്. ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലേ, ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ തന്നെയാണെങ്കിലും നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തൂണിന് എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഈ വീട്ടിൽ. ഇത് ആക്ച്വലി ഒരു സപ്പോർട്ട് പ്ലസ് ഈ പില്ലർ ഇത് സ്പൈറലല്ലേ, അപ്പോൾ അതിനു വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു കംപ്ലീറ്റ് ബാംബു സ്ട്രക്ചറിന് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബലത്തിന് ഇതും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ടിൽ മുകളിലൊരു ട്രേ കൊടുത്തിട്ട് ആ ബാംബു അല്ലെങ്കിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ ബാംബുലേക്ക് കട്ട് ചെയ്യും. അപ്പൊ ഒരു ട്രേ കൊടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഒരു എക്സ്ട്രാ സപ്പോർട്ട്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഫങ്ഷണലിയും അതിന് യൂസ് ഉണ്ട്, എസ്തെറ്റിക്കലിയും യൂസ് ഉണ്ട്. അങ്ങനെ വന്നത് അത്. അങ്ങനെ നമ്മൾ നേരെ കടന്നു വരുന്നത് ഒരു ഓപ്പൺ ബെഡ്റൂമിലോട്ടാണ്. ഇവിടുത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലം വെളിയിലൊന്ന്. ഇതാണ് നിങ്ങളുടെ സ്പേസ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. അതിനപ്പുറത്താണ് നമ്മൾ പറഞ്ഞത് രാത്രിക്കും വേണമെങ്കിൽ അതിനകത്ത് കിടന്നുറങ്ങാം അല്ലേ? അടിപൊളി. ശരിക്കും നിങ്ങളുടെ ശരിക്കുള്ള പ്ലേസ് ഏതാണ് ശരിക്കും ഇവിടെ? ഞാനിവിടെ കിടന്ന് ഉറങ്ങാറ്, പക്ഷെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം അവിടെ കിടന്ന് ഒന്ന് സെറ്റ് ആവുന്നു. അതെ, ഒന്ന് മുകളിലേക്കൊക്കെ നോക്കി, ഒന്ന് ചന്ദ്രനും സൂര്യനും മറ്റേ നക്ഷത്രം എല്ലാം നോക്കി. കോച്ചാണ്, അതുകൊണ്ട് നിറയെ ടെൻഷനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഡിഫറെന്റ് ഇതാ. നമ്മൾ സാധാരണ ചെയ്യണ വർക്കും പിന്നെ എല്ലാം മോട്ടോ അല്ലേ, എല്ലാവരും ബിസിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഈ പുഴയെ നോക്കി ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ
അതിപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ ആക്ച്വലി നമുക്ക് കുറേ നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകണം അറിയില്ല. ഇവിടെ നോക്കുമ്പോഴാട്ടോ ഈ തെയ്യത്തിന്റെ സ്ട്രക്ചറിന്റെ അങ്ങ് വരെയുള്ള ഒരു ജയന്റ് വ്യൂ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ശരിക്കും നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലേ ഇവിടുന്ന്? അതെ അതെ, നല്ല മുകളിലോട്ട്. അതിനെപ്പറ്റി ആക്ച്വലി അതൊക്കെ ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. അപ്പൊ ഇവര് ബാംബു വർക്ക് ചെയ്തവരുടെ കഴിവ് തന്നെ അതൊക്കെ സൈറ്റിലിട്ട് ഇങ്ങനെ വളച്ച് അതെ അതെ. അടുത്ത ഒരു പ്ലോട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ നിലത്ത് ബാംബു വെച്ച് വളച്ച് ഈ ഷേപ്പിലെടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അത് ഇവര് എറക്ട് ചെയ്ത് ഇവര് കംപ്ലീറ്റ് സഫോൾഡിങ് ഒക്കെ വെച്ചിരുന്നു. സൈഡിൽ എല്ലാം കെട്ടി അതിന്റെ മുകളിൽ കൂടെ കയറി അങ്ങനെയാണ് ഇവർ ചെയ്തത്. നല്ല മെനക്കെട്ട പണിയായിരുന്നു. ശരിക്കും ഇതിന്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് ടൈപ്പ് ആണ്. ആദ്യമേ പായ പോലെയുള്ള അതെ, ഇത് പായ. ഇതിനകത്തൊരു വാട്ടർ പ്രൂഫിങ് ഒരു ഇതുണ്ട്, ടാർ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അപ്പുറത്താണ് ഈ ബാംബു സ്പ്ലിറ്റ് ബാംബുവിന്റെ ഷീറ്റ്സ് വരുന്നത്. ഇപ്പൊ മെയിന്റനൻസ് ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മെയിന്റനൻസ് പറയുമ്പോൾ ഇത് ചിലപ്പോൾ ഇവിടെ ഇത് കീറാനോ അല്ലെങ്കിൽ അപ്പുറത്ത് ഇത് പൊളിഞ്ഞു വരാനോ സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ പീസസ് ആണല്ലോ. അപ്പൊ ഒന്നോ രണ്ടോ ആ ഏരിയ മാത്രം മാറ്റിയാൽ മതി. അപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ, ഇതൊരു പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിന്റെ പേര് അനുഭവം എന്നാണ്. അനുഭവം എന്നാണ് എന്റെ പേര്. അത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് അനുഭവം എന്നാണ് പേര്. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ നെയിം ബോർഡൊക്കെ വരും. ഇനി സാർ ഇതിനകത്ത് എങ്ങനെയാണ് അനുഭവിക്കുന്നത് നമുക്കൊന്ന് കാണണം. ഇത് അനുഭവം ചോദിച്ച പോലെ ചാടുവാണോന്ന്. ചാടാം, പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ ഇപ്പോ വൈകുന്നേരം സമയമാണ് വെയിൽ കുറച്ചടിക്കുക, അല്ലെങ്കിൽ രാവിലെയൊക്കെ നല്ല സുഖം, വെയിലപ്പുറത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ മിനിങ്ങാന്നൊരു ചെറിയ തലോണ വെച്ചു. അപ്പൊ പിന്നെ വളരെ സുഖമായിരുന്നു. പില്ലോ വേണോ? ഇല്ല, വേണ്ട. ഈ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അപ്പൊ ഞാനൊരു പില്ലോ വെച്ച് നോക്കി. എന്നിട്ട് ഒരു ചെറിയ മുഖത്തൊരു കവർ ഇട്ടിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ കിടന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോയി. സൺബാത്തിനും പറ്റിയ സ്ഥലം. ഈവനിങ് സൺസെറ്റിന്റെ അടിപൊളി. ഇപ്പൊ രണ്ടുപേർക്ക് ഇരുന്ന് സംസാരിക്കണമെങ്കിലൊക്കെ നമ്മൾ എങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ അവിടെയും ചാരിയിരിക്കാം, ഇങ്ങനെയും ചാരിയിരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് മുഴുവൻ കണ്ട്. അപ്പോൾ അനുഭവത്തിന്റെ രണ്ടാം ഭാഗം അനുഭവത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഫ്രൈസ് അല്ലേ? നമുക്ക് അടുക്കള, ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള സ്റ്റോൺ സ്ട്രക്ചറിലേക്ക് ഒരു റസ്റ്റിക് ഫിനിഷിലാണ് മൊത്തം. അതെ, റസ്റ്റിക് എല്ലാം ഇതാണ്. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ ഇത് പലരും ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് തോന്നും. പണിതീരാത്ത വീടാണെന്ന് പറയും. അതെ, വീട് പണിതീരാത്ത വീടാണ്. പക്ഷെ ഇതാണ് അതിന്റെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പാർട്ട്. ഇതൊരു സ്ലാബ് ഇങ്ങനെ വാർത്തിട്ട് അതിനെ തിരിച്ച് ഇതുപോലെ പിടിച്ചതാണ്, ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരു പാർട്ടീഷൻ അല്ലെങ്കിൽ നമുക്കൊരു അടുക്കളയ്ക്ക് ഒരു പ്രൈവസി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഫ്രിഡ്ജ്. ഇതെന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ? ഇത് ഒരു എന്താ പറയാ, ഒരു വാളാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്യാം, ഫോട്ടോസ് ഒക്കെ പിൻ ചെയ്യാം. പിന്നെ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കളക്ട് ചെയ്യും. വർഷത്തെ യാത്രയിൽ പല രാജ്യത്തു നിന്നും കളക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പ്രത്യേക ഷേപ്പിലുള്ളത് ഞാൻ കളക്ട് ചെയ്യാം. ഞാൻ ഈ റെക്ടാംഗിൾ, സ്ക്വയർ അധികം ചെയ്യില്ല. അപ്പൊ എല്ലാം ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓരോരോ സ്ഥലത്തിന്റെ. ഇത് ഇറ്റലിയിൽ നിന്നാണ് സ്കൂട്ടർ. അപ്പൊ അങ്ങനെ അതൊരു മെറ്റൽ ഇത് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് വെക്കാം. നാളെ നമുക്ക് ഈ മാഗ്നറ്റ് എല്ലാം മാറ്റി ഫോട്ടോസിന്റെ കളക്ഷൻ ആണെങ്കിൽ ഫോട്ടോസും ഓരോ രാജ്യത്തെ ഓർമ്മകൾ ഇങ്ങനെ. അതെ അതെ അതെ, പല രാജ്യത്തു നിന്നും കളക്ട് ചെയ്തതിന്റെ ഒരു കോമ്പിനേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ? കയറി നമ്മുടെ ഒരു കിച്ചൺ, ചെറിയൊരു കിച്ചൺ അല്ലേ? ഒരു അത്യാവശ്യം ഒരാൾക്കൊക്കെ അത്യാവശ്യം കുക്കിംഗ്, ബേസിക് കുക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഇൻഡക്ഷൻ ആണ് ഇപ്പോ യൂസ് ചെയ്യുന്നത്. ബാക്കി സ്റ്റോറേജും മറ്റേ കിച്ചന്റെ ഷെൽഫും എല്ലാം ഇതും ഡിസൈൻ നമ്മള് പ്രത്യേകം ചെയ്ത പോലെ അതെ, വുഡൻ ഇതും ബാംബുവിന്റെ ഇതും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ്, ഈ ഷെൽഫും നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു നാച്ചുറൽ ഇതാണ്, ഇത് നമ്മുടെ പഴയ വീട്ടിൽ എങ്ങനെയാണ് മൂലമുറം, മുറം, കൊട്ട, വട്ടി എന്നൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നു അടുത്ത ബെഡ്റൂമിലേക്ക്. ബെഡ്റൂം കിച്ചൺ നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റത്തൻ കെയിൻ ഫിനിഷ് ആണ്.
ഇത് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ബ്ലൂം സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഇന്റീരിയർ കമ്പനിയാണ്. രസമായിട്ടുണ്ട്. എയർ സർക്കുലേഷൻ ആവശ്യത്തിന് കബോർഡുകൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. ആൻഡ് സാധാരണ വാർഡ്രോബിന് കുറച്ചും കൂടി അധികം ലെങ്ത്തും സിംഗിൾ ഡോറും ആണ്. ആൻഡ് ഇത് ക്ലോസ് ചെയ്യാനും ഇതിനെല്ലാം ഇതിന് ഗ്രൂവാണ് കൊടുത്തേക്കുന്നത്, സെപ്പറേറ്റ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഡിസൈൻ ആയിട്ട് നിൽക്കും, സെപ്പറേറ്റ് ആയിട്ട് ഇതുമില്ല. അപ്പൊ അതിന്റെ ആ ഹാൻഡിലിന് ലോഡും വരില്ല. അപ്പൊ എല്ലാത്തിന്റെ ഇതും അങ്ങനെ ഈ ഗ്രൂവിലാണ് ഇതിന്റെ ഓപ്പണിങ്. പിന്നെ ഈ പാർട്ടീഷനാണ് ആക്ച്വലി ബിറ്റ്വീൻ മറ്റേ കിച്ചണും ബെഡ്റൂം ആയിട്ട്. ഈ സൈഡ് വാർഡ്രോബിന്റെ ബാക്കാണ് നമ്മൾ നേരത്തെ കണ്ട ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വെച്ച്. അപ്പൊ അങ്ങനെയാണ് അത് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്തത്. കളറ് മേർജ് ആവും. ലൈക്ക് നമ്മുടെ സീലിംഗ് കണ്ടില്ലേ, നമ്മുടെ പനമ്പില്ലേ പഴയ ആ ഒരു സംഭവം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പോളിഷ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ട പോലെ തന്നെ ഇപ്പുറത്തും അതേ ഇന്റീരിയർ അതേ ഫിനിഷ് ആണ്. പുറത്താണ് അവിടെ ബാംബു സ്പ്ലിറ്റും ഇവിടെ താച്ച്ഡ് പുല്ലും ഉണക്കിയ പുല്ലും വെച്ചത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു വേറെ കാര്യം, നമ്മുടെ പായ്ക്കപ്പലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പായ്ക്കപ്പലിൽ നമ്മുടെ ഇതിന്റെ ഈ കാറ്റ് നിയന്ത്രിക്കാൻ കെട്ടിയിരിക്കുന്ന സംഭവം പോലെ ഇവിടെ കൊണ്ട് കുറെ നൂല്, ഒരു നമ്മുടെ ഈ നേരത്തെ കണ്ട ജൂട്ട്, അതിങ്ങനെ കർട്ടൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. ഈ കർട്ടൻ കണ്ടില്ല, ഈ ഒരു ഭാഗത്തെ വിൻഡോ അല്ല വിൻഡോ എന്ന ഡോർ എന്ന് വേണേൽ വിളിക്കാം. ഇത് നമുക്ക് മൊത്തം ഈ ജൂട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ജൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കണ്ടോ മേലോട്ട് കാണിച്ച് അത് കണ്ടോ. ഓ ഒരു പായ്ക്കപ്പൽ വലിച്ച് അമ്പോ. പിന്നെ ഒരു ഫിഷിന്റെ നമ്മുടെ തെയ്യം കണ്ട പോലെ തന്നെ ഈ ചുമരിന്റെ ഒരു ഡിസൈൻ ആയിട്ട് വന്നതാണത്. സിമ്പിൾ ആയിട്ടല്ലേ. അപ്പൊ ഇതില് പെയിന്റോ വേറെ പോട്ട് പേപ്പറോ മറ്റേ ഹാങ്ങിങ് ഒന്നും ആവശ്യമില്ല, ചെയ്യേണ്ടി വന്നു. ഇത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോൺ വാളിൽ ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് കാണുന്നത്. കട്ടിൽ ബാംബു ആണ് ഇത്. 100% ബാംബുവിൽ ഉണ്ടാക്കിയ കട്ടിലാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഇത് കംപ്ലീറ്റ് ബാംബു. ഇത് നമ്മള് തുടക്കത്തിൽ തന്നെ ഫർണിച്ചർ ചിലത് ബാംബു വേണമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്നു. അപ്പോ പുള്ളി പറഞ്ഞു നമുക്ക് ഒരു കട്ടില് ബാംബുവിൽ ചെയ്യാം, നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവം അത്. പിന്നെ കണ്ണൂർ ഹാൻഡ്ലൂമിന്റെ ചില ഡിസൈൻസ് വളരെ സ്പെസിഫിക് ആയിട്ട് അവര് നേച്ചർ ഫ്രണ്ട്ലി ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സ്പെസിഫിക് ആയിട്ട് കണ്ണൂർ ഹാൻഡ്ലൂമിന്റെ ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. പിന്നെ ഞാൻ കണ്ട വേറെ ഫീൽ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വാതിലുകൾ, കയറി വരാനുള്ള ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 2-3 സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ഇതിലെ വേണമെങ്കിൽ ഇറങ്ങി പോവാം അല്ലേ, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനും വിലങ്ങനും നമുക്ക് സംസാരിക്കാം. അതെ, എവിടെ വേണമെങ്കിൽ ആക്സസ്, എവിടെ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും. അപ്പൊ കാറ്റിനും നമുക്കും എങ്ങനെ വേണമെങ്കിൽ പോവാം, യഥേഷ്ടം കയറി വരാൻ ഇറങ്ങാൻ. പിന്നെ ആ ഒരു കൂജ ഞാൻ 1985 മധ്യപ്രദേശിലെ പച്മടി എന്ന സ്ഥലത്ത് ഒരു NCC ക്യാമ്പിന് പോയി. അപ്പോൾ അവിടെ ക്യാമ്പിൽ വെള്ളം കുടിക്കാനായിട്ട് കൊണ്ടുപോയ ഒരു കൂജയാണ്. അതെങ്ങനെ പൊട്ടാതെ ഇവിടെ വരെ പൊട്ടാതെ ഇങ്ങനെ എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഇവിടെ അവസാനം ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിലൊരു ചെറിയ വൈറ്റ് കളർ മാർക്കൊക്കെ ഇട്ട് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലുണ്ടല്ലോ ഇവരുടെ മെമ്മറീസ് തന്നെയാണ് മുഴുവൻ. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂമിൽ ബാംബു പാനലിംഗ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊരു ഫെറോ സിമെന്റ് ടോപ്പ്. ഇതിലൊരു അത് ഒരു കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് അല്ലാത്തൊരു പോലെ തോന്നും, പക്ഷേ ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. ഇത് അഗൈൻ റത്തൻ കെയിൻ അതിന് മാച്ച് ചെയ്യുന്ന ഷെൽഫ്. പിന്നെ ഇവിടുത്തെ ഓരോ ബാത്റൂംസും ഓരോ അനുഭവമാണല്ലേ. അതെ, ഇത് ലൈറ്റ്സ് ഒക്കെ ഒരു സ്റ്റേജ് പോലെ എനിക്ക് എന്താ പറയുക, സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് അത് വളരെ സമാധാനമായിട്ട് കുളിക്കാനും ബാക്കി കാര്യങ്ങൾ നടത്താനൊക്കെ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ബാംബു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ ടോയ്ലറ്റ് ആയ പോലെ എല്ലായിടത്തും കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ അനുഭവയുടെ പിന്നിൽ ഇടതുവശത്തായിട്ട് ഒരു റാമ്പ് വേ പോലെ ഒരു സ്ഥലമുണ്ട്. അതിങ്ങനെ പെഡസ്ട്രിയൻസ് അല്ലേ പോകാനായിട്ട് ഒരു അങ്ങ് നേരെ കറക്റ്റ് അതിൻ്റെ എൻഡിൽ നമ്മുടെ റിവറാണ്. നമ്മളിത് നേരെ റിവറിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഈ അറ്റം വരെ വരും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർട്ടി ഇല്ല, അതുകൊണ്ട് നമ്മൾ ബൗണ്ടറിയിൽ വെച്ച് നിർത്തി ബാക്കി അത് അങ്ങോട്ട് വരെ എത്തുകയാണെങ്കിൽ നമ്മൾ പുഴയിൽ ഇറങ്ങാനുള്ള സംവിധാനം വരെ ആലോചിച്ച് തന്നെ വരും. നമുക്ക് മഴക്കാലത്ത് അടുത്ത് എത്തും, പുഴ നമ്മളെ നോക്കി വരും. ഇവിടെ ഇരുന്ന് ഫിഷിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും മഴക്കാലത്ത്. ലൈക്ക് ഒരു
മാർച്ച് വരെയൊക്കെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഏപ്രിലിൽ ഇത് കംപ്ലീറ്റ് വറ്റി. അപ്പോൾ ഇവിടെ ആ ഫിഷിന്റെ ഫീഡൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. സമയം പോകണമെന്ന് അറിയില്ല. ഓ അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമായിരിക്കില്ല ഇത്. പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഇവിടെ വന്ന ആളുകള് ഇവിടെ ഇരുന്ന് നമ്മൾ കേർട്ടൺ മെഷർമെന്റ് എടുക്കാൻ ഒരാൾ ഇവിടെ വന്നു. അയാൾ നേരെ ഇവിടെ വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ വന്നേന്ന്. എൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്തിനാ വന്നതെന്ന് പറയാനറിയാതെ ഇവിടെ കാഴ്ച കണ്ടു. ഞാൻ ആക്ച്വലി വന്നത് കേർട്ടൺ മെഷർമെന്റ്, പക്ഷേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നങ്ങ് ആസ്വദിച്ചിരുന്നു പോയി. അപ്പോൾ വന്ന് ഇരിക്കുന്ന കാലൊക്കെ താഴെയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുക്കൊക്കെ വായിക്കണവരോ വല്ല എഴുതാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ബെസ്റ്റ് സ്ഥലം. പരിസരം മറന്നു പോവാന്ന് പറയില്ലേ. ആ വന്ന പുള്ളിക്കും ഒരു അനുഭവമായിരുന്നു. അതാണ് അനുഭവയുടെ പേരിന്റെ കാരണം അതാണ്. പലവർക്കും പല അനുഭവമാണ്. നമുക്ക് 3 പേരാണല്ലേ? ഞങ്ങൾക്ക് ഒരു മോളുണ്ട്, ഭാവന എന്നാണ് പേര്. ഇപ്പോൾ +2 പഠിക്കണു. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ പഠിത്തംകാരൻ ഇപ്പോൾ കുറച്ച് ഡാൻസ് പുറകിലോട്ട് ആക്കി വെച്ചേക്കാണ്. പ്രാവശ്യം വരയ്ക്കും, നന്നായിട്ട് പോയട്രി എഴുതും. നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പോയട്രി ഒക്കെ എഴുതാം, പടം ഇവിടെ നോക്കി വരയ്ക്കാം. ആളെന്തായാലും നമുക്ക് വീഡിയോയിൽ കണ്ടു കിട്ടിയിട്ടില്ല. അതെ, അടുത്തവണ അവള് പഠിത്തത്തിന്റെ കുറച്ച് കാര്യത്തിൽ തിരക്കിലായി പോയി. അപ്പൊ നന്നായിട്ട് പഠിക്കാട്ടോ വീഡിയോ. അപ്പോൾ നല്ലൊരു അനുഭവം സമ്മാനിച്ച അനുഭവം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു അനുഭവം ആയിരുന്നു തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങൾ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും സ്ഥിരമായിട്ട് ഒരു താമസം തുടങ്ങാൻ പോകുന്നത് അല്ലേ? അതെ, 1.5-2 ഈഗർലി വെയിറ്റിംഗ്. ഓക്കെ. അപ്പൊ ഇനി നല്ലൊരു മഴയും മഞ്ഞും കാലങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ എന്തായാലും നല്ല മഞ്ഞ് വരില്ല, എന്നാലും മഴക്കാലം അത് ഇവിടെ അടിപൊളിയാണ്. ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം സൺസെറ്റ് ഫോളോഡ് ബൈ റെയിൻ ആയിരുന്നു. അപ്പോൾ അതൊരു വന്ന കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യൂവും ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഇടയായത്. അപ്പോൾ അതുപോലെ ഇവിടെ പലർക്കും വന്ന് പല അനുഭവങ്ങളും ഇപ്പോൾ വന്ന ഗസ്റ്റും പറഞ്ഞു ഇവിടെ ഒരു വളരെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അവര് വന്ന് കുറച്ചു നേരം നിന്നല്ലേ ഉള്ളൂ. നമുക്കും ഒരു ദിവസം ഇവിടെ താമസിക്കാനുള്ള ഒരു ക്ഷണമുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും സാധിക്കുന്നില്ല. ഇന്നലെ ഒരു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും കൂടെ വരുന്നുണ്ട്. നമുക്ക് മൊത്തം ഇത് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പിങ്ങും കുറച്ച് ഇന്റീരിയേഴ്സിൻ്റെ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഒരു മറ്റൊരു എപ്പിസോഡ് പ്രതീക്ഷിക്കാവോ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കണ പോലെ രാത്രി ലൈറ്റിങ്ങും ആ കാര്യങ്ങളും കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത, ആ നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇല്ലേ ഇവിടുത്തെ ആ ഒരു സ്വഭാവമില്ലേ, തെയ്യം ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്, ശരിക്കും ആ സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീട് വളരെ ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വീട് നമ്മുടെ കമോണ്ട് വീടിൻ്റെ ലൈബ്രറിയിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ടോ. ക്ഷണിച്ചതിന് നന്ദി. അപ്പോൾ എന്തായാലും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായും ഷെയർ ചെയ്യാം. അപ്പം മാം സാർ താങ്ക് യു. ഒരു ബൈ പറഞ്ഞു. താങ്ക് യു.